എല്ലാവർക്കും R&R റോഡ് ട്രിപ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. യു റെഡി? കിലോമീറ്റർ 0 സെറ്റ് ചെയ്തു. നമുക്ക് ട്രിപ്പ് ആരംഭിക്കാം. ഈ ട്രിപ്പിൽ നമ്മൾ 15 ദിവസത്തെ റോഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വാഷിങ്ടൺ, ഒറിഗൺ, കാലിഫോർണിയ, നെവാഡ, ഐഡഹോ ആണ് നമ്മൾ കവർ ചെയ്യുന്ന സ്റ്റേറ്റ്സ്. ഇതിൽ ആദ്യത്തെ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒറിഗണിലാണ്. മൾട്ട്നോമ ഫോൾസ് എന്ന് പറയുന്ന ഫോൾസിലേക്കാണ് നമ്മൾ ആദ്യത്തെ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പം അവിടെ എത്താൻ 2 ദിവസം എടുക്കും. അപ്പം 2 ദിവസവും ത്രൂ ഡ്രൈവാണ്. അതുകൊണ്ട് കൂടുതലൊന്നും സ്റ്റോപ്പില്ലാതെ മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോവുകയാണ്. പക്ഷെ അപ്പോഴും 2 സൈഡും നല്ല വ്യൂസ് ഉണ്ട്. ആ കുറേ വ്യൂസും ഡ്രൈവുമാണ് ഈ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ എൻജോയ്. നമ്മൾ മൾട്ട്നോമ ഫോൾസിലേക്കുള്ള വഴിയാണിത്. ഇപ്പം നമ്മൾ പാസ് ചെയ്തത് ഹോഴ്സ്ടെയിൽ ഫോൾസ് ആണ്. ഇത് മൊത്തവും വരുന്നത് ഗോർജ് റിവർ എന്ന് പറയുന്ന റിവറിൽ വരുന്ന ഫോൾസാണ് ഇതെല്ലാം. ഒരുപാട് ഫോൾസ് ഉണ്ട് ആ റിവറിൽ. അതുകൊണ്ട് ഏകദേശം എത്താറായി മൾട്ട്നോമ ഫോൾസിൽ. എനിക്കതിൻ്റെ വീഡിയോ മിസ്സായി. അപ്പം ജസ്റ്റ് ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഇതാണ് മൾട്ട്നോമ ഫോൾസ്. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റോപ്പാണ് ഡെവിൾസ് പഞ്ച് ബൗൾ സ്റ്റേറ്റ് പാർക്കാണിത്. ഇത് ഭയങ്കര ഫേമസ് ആണ്. കാരണം ഹൈ ടൈഡ് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് നിറച്ച് വെള്ളം കൊണ്ട് നിറയും. നല്ല രസമാണ് കാണാൻ. ഇപ്പം ഹൈ ടൈഡിൻ്റെ ടൈമാണ്. അപ്പം നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഇതിനടുക്കിലോട്ട് ഇറങ്ങി പോകാനൊരു ട്രെയിലുണ്ട്. ഇപ്പോൾ ഹൈ ടൈഡ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് കാണാം. ഇപ്പം വെള്ളം അകത്തോട്ട് വരുന്നത് കാണാൻ പറ്റും. ഇതിനകത്തൂടെ നല്ലൊരു യുണീക്ക് ഫീച്ചറാണ് ഇത് കാണാൻ. ഇതിപ്പോൾ ഹൈ ടൈഡിൻ്റെ ടൈമായി. അടിപൊളി. എൻജോയ്. ഇത് പസഫിക് ഓഷ്യനിലാണ് കേട്ടോ. ഇത് പസഫിക് ഓഷ്യനിലാണിത്. ഇത് ഒറിഗണിൽ ലിംകൺ സിറ്റിയോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ ഡെവിൾസ് ബൗൾ സ്റ്റേറ്റ് പാർക്ക്. അടിപൊളിയാണ് കാണാൻ. ഇതിനടുക്ക് തന്നെ വേറൊന്നും കൂടിയുണ്ട്, തോഴ്സ് വെൽ എന്ന് പറയുന്നത്. അതും നല്ല രസമാണ് കാണാൻ. അതും ഇതേപോലൊരു ഹോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുക നാച്ചുറലായിട്ട്. അതിൽ നിന്ന് വാട്ടർ ഭയങ്കര ഫോഴ്സിൽ മേളിലേക്ക് സ്പ്രെഡ് ചെയ്യും. അത് നല്ല രസമാണ് കാണാൻ. ഓക്കെ. അപ്പം അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ യാത്ര കംപ്ലീറ്റ് ആവുകയാണ്. ഇവിടെ 15 ദിവസം ഉള്ളതിൽ 2 ദിവസം കംപ്ലീറ്റ് ആയി. മൾട്ട്നോമ ഫോൾസും ഡെവിൾസ് ബൗൾ സ്റ്റേറ്റ് പാർക്കും ഇന്ന് കണ്ടു. ഡ്രൈവും അടിപൊളിയായിരുന്നു. നല്ല ഡ്രൈവായിരുന്നു സോ ഫാർ. പിന്നെ ഈ നാളെ മുതൽ നമ്മൾ ഇനിയും പസഫിക് കോസ്റ്റ് ഹൈവേ ആണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഓൾ ദി വേ ടു ലോസ് ഏഞ്ചൽസ് വരെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതിൽ പസഫിക് കോസ്റ്റ് ഹൈവേ ബിഗ് സർ വെച്ച് ക്ലോസ്ഡ് ആണ് ഇപ്പം. ലേറ്റസ്റ്റ് ഇതിൽ റോഡ് ക്ലോഷർ ഉണ്ട് അവിടെ നിന്ന്. അപ്പം ബിഗ് സർ വരെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും പസഫിക് കോസ്റ്റ് ഹൈവേയിൽ. പണ്ട് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ സൈഡിൽ കൂടി ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. അതേപോലത്തെ വ്യൂസ് ആയിരിക്കും പസഫിക് ഓഷ്യൻ്റെ സൈഡിലും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വേൾഡ്സ് സീനിക് ഹൈവേസിൽ ഒന്ന് പസഫിക് കോസ്റ്റ് ഹൈവേ ആണ്. അപ്പം
അത് ഡ്രൈവ് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.